ഒരു 2 days ബാക്ക് ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കാര്യം കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ശരിക്കും ഈ സുമാന എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ഇത്ര വലിയ പോപ്പുലാരിറ്റിക്ക് അർഹതയാണോ? അതല്ലാതെ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ കുട്ടി ജസ്റ്റ് 10 hours ഫ്ലൈ ചെയ്തിട്ടുള്ളൂ, ഭയങ്കര പോപ്പുലാരിറ്റി നേടിയല്ലോ, പെൺകുട്ടിയാണ്, നമ്മളെ പോലത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഒരു കുട്ടിയാണ്, ഇത് വനിതാ പാലറ്റ് ആണ്, പക്ഷെ എന്തുകൊണ്ട് ഈ പോപ്പുലാരിറ്റി പോയിട്ടില്ല? പൈസക്കാർക്ക് പിന്നെ എന്തും ആവാലോ. 10 മണിക്കൂർ മാത്രം ഫ്ലൈ ചെയ്ത ഈ കുട്ടിക്ക് ഇത്ര വലിയ പ്രശംസയും പബ്ലിസിറ്റിയും ഒക്കെ പോയി. അത്തരത്തിലുള്ള ഡിമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കമന്റ്സ് ആണ് അതിൽ ത്രൂ ഔട്ട് ഉള്ളത്. ഈ വീഡിയോ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്തൊരു കുട്ടിയാണ്. സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നൊരു കാരണം കൊണ്ട് ആ കുട്ടി ആനുകൂല്യങ്ങൾക്കും അർഹനാണ് എന്നതല്ല അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇപ്പറഞ്ഞ ആൾക്കാരൊന്നും ഇതിന് അർഹനല്ല. ഹേ ഓൾ, അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എന്നെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് റുഫൈദ, ഞാനൊരു സ്റ്റുഡൻറ്റ് പാലറ്റാണ്. ഗ്രൗണ്ട് ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ തബ്നയിലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണങ്ങളും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതെന്താ സംഭവം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഒരു 2 days ബാക്ക് ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടന്റ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് പാലറ്റ് ട്രെയിനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ പാലറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും ഇതൊക്കെയാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു മെയിൻ കണ്ടന്റ്. അപ്പോൾ ഞാനിപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോയിൽ പറയേണ്ടിയിരുന്നതും എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാലോ, ഈ ഫീൽഡിൽ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, ആളെ ഇൻ്റർവ്യൂ ന്യൂസും ഷോർട്സും വീഡിയോസും ഒക്കെ ഭയങ്കര വൈറലാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ശരിക്കും ഈ സുമാന എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ഇത്ര വലിയ പോപ്പുലാരിറ്റിക്ക് അല്ലെങ്കിൽ ഇത്ര വലിയ പബ്ലിസിറ്റിക്ക് അർഹതയാണോ? ഇതിന്റെ ആൻസറും ഞാൻ തന്നെ പറയാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പറയാനുണ്ട്. അൽഹംദുലില്ലാ, എൻ്റെ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സർക്കിളിൽ, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, അറിയുന്ന ആൾക്കാർ, ഇങ്ങനെ കുറേ ആൾക്കാർ ഇതിൻ്റെ അഭിപ്രായം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസിലായാലും പേഴ്സണൽ ഇൻബോക്സിലായാലും കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ ഒരാളുടെ കാര്യം മാത്രം ഞാനിപ്പോൾ ഇവിടെ പറയാം. ആള് എൻ്റെ കൂടെ തന്നെ പഠിച്ചാണ്, ഒരു PPL ഹോൾഡറാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഈ പബ്ലിസിറ്റി നേടിയൊരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടീൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അറിയുന്ന ആൾക്കാരും ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നീ ഒരു PPL ഹോൾഡർ അല്ലേ? PPL എന്ന് വെച്ചാൽ പ്രൈവറ്റ് പാലറ്റ് ലൈസൻസ് ഹോൾഡർ. നീ ഒരു PPL ഹോൾഡർ അല്ലേ? നിൻ്റെ വീഡിയോസ് എന്തുകൊണ്ട് വന്നിട്ടില്ല? ആ കുട്ടി ജസ്റ്റ് 10 hours ഫ്ലൈ ചെയ്തിട്ടുള്ളൂ, ഭയങ്കര പോപ്പുലാരിറ്റി നേടിയല്ലോ, അപ്പോൾ നീ ശരിക്കും പാലറ്റ് അല്ലേ? നീ ശരിക്കും പാലറ്റ് ആയിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ട് നിൻ്റെ വീഡിയോസ് വന്നിട്ടില്ല? സ്വാഭാവികമാണ്, ആൾക്കാർ എങ്ങനെ കണ്ടാൽ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റി നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വിജയം സൊസൈറ്റി അംഗീകരിക്കണം, അത് അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ നേടിയൊരു വിജയത്തിന് ശരിക്കും പറഞ്ഞാൽ വിസിബിളി ഒരർത്ഥം ഉണ്ടാവുള്ളൂ. എനിക്കും ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാനുള്ള, വൈ? എന്തുകൊണ്ട്? ആളും ആളെ അക്കൗണ്ടിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്, PPL ഹോൾഡർ ആയതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പബ്ലിസിറ്റി പോയില്ല? എന്തുകൊണ്ട് ആൾക്കാർ ഇത് നോട്ടീസ് ചെയ്തില്ല? ആള് കേരളത്തിലുള്ളൊരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്, നമ്മളെ പോലത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഒരു കുട്ടിയാണ്, വനിതാ പാലറ്റ് ആണ്, പക്ഷെ എന്തുകൊണ്ട് ഈ പോപ്പുലാരിറ്റി പോയിട്ടില്ല? ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു കുട്ടി ആയതുകൊണ്ടാണോ? അതുപോട്ടെ, ഇനി വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. എൻ്റെ വിങ് സെറമണീൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. അതിലെനിക്ക് വിങ്സും പാലറ്റ്സും തരുന്ന എൻ്റെ മാം, ആളൊരു CPL ഹോൾഡറാണ്, അതായത് കൊമേഴ്ഷ്യൽ പാലറ്റ് ലൈസൻസ് ഹോൾഡറാണ്. ആളൊരു ലേഡി പാലറ്റ് ആണ്, ഒരു കൊമേഴ്ഷ്യൽ പാലറ്റ് ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള ഒരാളാണ്. പോരാത്തതിന് നമ്മൾ ഇൻസ്ട്രക്ടറാണ്. ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ്സ് ആളെ പേരിലുണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ ആരും അറിഞ്ഞില്ല? ഒരു കൊമേഴ്ഷ്യൽ പാലറ്റ് ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള ഒരു തൃശ്ശൂർകാരി, എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല? ചില കാരണങ്ങളോട് സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്ന ആൾക്കാരുണ്ട്. CPL ലൈസൻസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം മുന്നോട്ടേക്ക് പഠിക്കാൻ പറ്റാണ്ട് സ്റ്റക്കായി പോയ ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇവരൊന്നും അറിയുന്നില്ല? എന്തുകൊണ്ട് ഇത്രത്തോളം പബ്ലിസിറ്റി പോകുന്നില്ല? റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഈ പറഞ്ഞതിന് നിങ്ങൾ ആൻസർ എന്ന് പറയുന്നത് അവർ മുന്നോട്ടേക്ക് വരാത്തതുകൊണ്ടല്ലേ? വന്നിരുന്നെങ്കിൽ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കില്ലായിരുന്നോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മുന്നോട്ടേക്ക് വന്നാലും അവർ ടാഗ് ലൈൻ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഒന്നുകിൽ ഉള്ള ആൾക്കാരല്ലേ, അല്ലെങ്കിൽ പൈസക്കാർക്ക് പിന്നെ എന്തോ ആവാലോ. ഈ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മളത് കാണാൻ. കാരണം അവർ ടാഗ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതിൻ്റെ ബാക്കിലുണ്ടായ സ്ട്രഗിൾസോ അല്ലെങ്കിൽ ഒരു ആയുസ് കൊണ്ട് ഉണ്ടാക്കിയ പ്രോപ്പർട്ടി റിസ്ക് ചെയ്ത് പഠിച്ച കാര്യങ്ങളൊന്നും ആരും നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ പിന്നെ പൈസ ഉണ്ടല്ലോ, ആവാലോ, അതൊന്നും വലിയ കാര്യമില്ലല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും മെജോറിറ്റി ഓഫ് ആൾക്കാരിലും ഉണ്ടാകാൻ. ഇനി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ പറഞ്ഞ കുട്ടി ഇത്ര വലിയ പബ്ലിസിറ്റിക്ക് ശരിക്കും അർഹയാണോ എന്നുള്ള കാര്യം. ഡെഫിനറ്റ്ലി ആൾ ഇത്ര വലിയ പബ്ലിസിറ്റിക്ക് അർഹയാണ്. കാരണം ആ കുട്ടീൻ്റെ കഷ്ടപ്പാടുകൊണ്ടാണ് ഇത്ര വരെ എത്തിയത്. ആളെ ഹാർഡ് വർക്ക് അതിൻ്റെ ബാക്കിലുണ്ട്, അവളത് അർഹിക്കുന്നുണ്ട്.
അവളുടെ ടാലൻസും ബ്രില്യൻസും കൊണ്ട് തന്നെയാണ് അവൾ ഈ ഒരു പദവി എത്തിയത്. 10 മണിക്കൂർ മാത്രം ഫ്ലൈ ചെയ്ത ഈ കുട്ടിക്ക് ഇത്ര വലിയ പ്രശംസയും പബ്ലിസിറ്റിയും ഒക്കെ പോയി ആ കുട്ടിയുടെ വാല്യൂബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾക്ക് അറിയാൻ പറ്റി. ഇതിനേക്കാൾ കൂടുതൽ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവരെ കൂടി നമ്മൾ തിരിച്ചറിഞ്ഞ് അവിടെ എക്സ്പീരിയൻസും കൂടി നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വാല്യൂബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്താൻ പറ്റും. അതുപോലുള്ള ആൾക്കാരെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ആണ്. ഒരു മിഡിൽ ക്ലാസ് ഒക്കെയാണ് അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം പൈസ ഉള്ളൊരു കുട്ടി പഠിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഈ ഒരു മെന്റാലിറ്റി തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഒരു ആയുസിന്റെ സമ്പാദ്യം മൊത്തം റിസ്കിലോ ലോണിലോ പണയത്തിലോ വെച്ചിട്ടാണ് ഈ കുട്ടി ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നത്. ആ കുട്ടി പഠിച്ച് ഒരു ജോലി വാങ്ങിക്കുന്നത് വരെ അവരുടെ പ്രോപ്പർട്ടി മൊത്തം റിസ്കിലാണ് ഉള്ളത്. ഇത്ര വലിയ റിസ്ക് എലമെന്റ് ഏറ്റെടുത്ത പാരന്റ്സും ഫാമിലിയും അർഹിക്കുന്ന ഒരു പ്രശംസയുണ്ട്. അതൊന്നും കാണാതെയാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുഴപ്പമില്ല നോർമലാന്നുള്ള രീതിയിൽ ടാഗ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ന്യായമായ ഒരു കാര്യമാണെന്ന് എനിക്കറിയില്ല. എനിക്കതിനോട് യോജിപ്പില്ല. അതുപോലെ എൻ്റെ അടുത്ത് ഈ കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതുപോലെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിൻ്റെയും റിലേറ്റീവ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസിൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിന്നെ മാത്രം ആൾക്കാർ അംഗീകരിക്കുന്നില്ല, നീ ശരിക്കും ഒരു പാലറ്റല്ലേ, നിന്റെ വീഡിയോസ് എന്താ ഇതുപോലെ പോകാത്തതെന്നുള്ള ചോദ്യം. ആ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പറിന് ഈ പ്രശംസി അല്ലെങ്കിൽ ഇപ്പറിന് ഈ ഒരു ലൈസൻസ് അത് CPL ആയിക്കോട്ടെ, SPL ആയിക്കോട്ടെ, PPL ആയിക്കോട്ടെ, ഈ പടിപടിയായിട്ട് കയറി പോവാന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. എല്ലാ ലൈസൻസ് ഹോൾഡേഴ്സ് അച്ചീവേഴ്സിന്റെ ബാക്കിലും ഒരു വലിയ ഹാർഡ് വർക്കിന്റെ സ്റ്റോറി തന്നെ പറയാനുണ്ട്. അത് നമ്മൾ ഈ കേവലം നീ ശരിക്കും പാലറ്റല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസിൽ അടിയറവ് വെക്കാനുള്ളതല്ല. അതിന്റെ ബാക്കിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആസ് എ സ്റ്റുഡന്റ് പാലറ്റ് അല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ള ആളെന്നുള്ള രീതിയിൽ അത് ഏത് കാറ്റഗറിയിലുള്ള കുട്ടിയായാലും ഏത് കാറ്റഗറി ലൈസൻസ് ഹോൾഡർ ആയാലും അതിന്റെ ബാക്കിലെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ 10 മണിക്കൂർ ഫ്ലൈ ചെയ്ത ഈ കുട്ടിന്റെ വീഡിയോസ് കാണുന്ന സമയത്ത് ഒരു CPL ഹോൾഡേഴ്സോ അല്ലെങ്കിൽ SPL ഹോൾഡേഴ്സോ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അവർ പാരന്റ്സിന് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ട്. നമ്മളെ കുട്ടികൾ അല്ലെങ്കിൽ ഞാനിതുപോലെ അറിയപ്പെട്ടില്ലല്ലോ എന്നുണ്ടാകുന്നൊരു തോട്ടുണ്ട്. അപ്പോൾ അർഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരും കൂടി മുന്നോട്ടേക്ക് വരട്ടെ. അവരുടെ നിന്നും കൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും ഉണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞ കണ്ടന്റ് അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം ആരും നെഗറ്റീവ് സൈഡായിട്ട് മാത്രം എടുക്കരുത്. സ്റ്റുഡന്റ് പാലറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ഫീൽഡിന്റെ ബാക്കിൽ നടക്കുന്ന ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെയും കൂടി നമ്മൾ അംഗീകരിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനി എനിക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഇന്റർവ്യൂവിന്റെ താരം എനിക്ക് വന്ന കമന്റ്സിൽ ഭൂരിഭാഗം കമന്റ്സ് ലോൺ എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിലിറങ്ങുന്നതിന് മുമ്പ് പാരന്റ്സ് സൂക്ഷിക്കണം, അത്തരത്തിലുള്ള ഡിമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കമന്റ്സ് ആണ് അതിൽ ത്രൂ ഔട്ട് ഉള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ കൊണ്ട് സ്റ്റക്കായി പഠിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു വീഡിയോ കാരണം ഉണ്ടായ ഡിമോട്ടിവേഷൻസ് അല്ലെങ്കിൽ നിരാശ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഊഹിക്കാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ വീഡിയോ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്തൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം 35 lakhs ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ കൊട്ടേഷൻ. പക്ഷെ അതിൽ നിന്നിട്ടില്ല. സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 35 lakhs-നേയും കാട്ടി കൂടുതൽ എമൗണ്ട് ആവശ്യമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതിനു ശേഷം 35 lakhs പോരാ, അതിനും കാട്ടി കൂടുതൽ എമൗണ്ട് വേണമെന്നുള്ള കാര്യം അറിയുന്നതിനും കാട്ടി എത്രയോ ബെറ്റർ അല്ലേ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ അവെയർ ആയിട്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെ ഒരു പലറ്റാവുന്നുള്ള കാര്യങ്ങൾ പാർട്ടായിട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ ലോണിന്റെ കോൺസിക്വൻസിനെ പറ്റിയിട്ട് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. പഠിക്കണം, പൈലറ്റ് ആവണം, അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അപ്പർ ക്ലാസ് ഫാമിലി ആയിരിക്കണം അല്ലെങ്കിൽ ലോവർ ക്ലാസ് ഫാമിലി ആയിരിക്കണം. ഇതിൻ്റെ മിഡിലാണ് നിങ്ങൾ ടാഗെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ സ്റ്റഡീസ് പാതി വഴിയിൽ ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ റൂട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് മാറാം. ഇതല്ലാണ്ട് നിലവിൽ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വേറൊരു ഓപ്ഷൻസ് ഇല്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളുണ്ട് ഈ സൊസൈറ്റിയിലെ നിയമങ്ങൾ മാറാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരാനോ ഒന്നും പോകുന്നില്ല. അക്കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നാലും ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നൊരു കാരണം കൊണ്ട് ആ കുട്ടി സ്പോൺസർഷിപ്പിനും അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്കും അർഹനാണ് എന്നതല്ല അർത്ഥം. ഇനി അത്തരത്തിൽ അർഹതപ്പെട്ടവനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ അതിന് ലോവർ ക്ലാസ് ഫാമിലി തന്നെ പോയിട്ട് അന്വേഷിക്കണം എന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഏത് സാമ്പത്തിക തട്ടിലും ആയിക്കോട്ടെ പഠിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ അർഹൻ. ഈ റൂൾസും റെഗുലേഷൻസും സ്പോൺസർഷിപ്പും ആനുകൂല്യങ്ങളും ഒക്കെ അവർക്ക് കൂടി അർഹതപ്പെട്ടതാണ്. ഞാനീ പറഞ്ഞത് കേവലം റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ മാത്രം നോട്ട് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെയും കൂടി നോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. കാരണം അക്കാദമിക് ബ്രില്യൻസ്, റേഷൻ കാർഡിലെ വാർഷിക വരുമാനം ഇതൊക്കെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴും ഒരു കുട്ടിക്ക് ആനുകൂല്യം ലഭ്യമാവുന്നത്. അതിനു പകരം സിറ്റുവേഷൻസ് കാരണം സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്ന എത്രയോ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ 4 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ ചെലവഴിച്ച് 4ാമത്തെ കുട്ടിക്കുള്ള ആവതില്ല അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളും ഉണ്ട്. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കാരണം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്ന കുട്ടികളുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കൊന്നും ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസും സ്പോൺസർഷിപ്പും ആനുകൂല്യങ്ങളൊന്നും അനുകൂലമായിട്ട് വരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഇതിന് അർഹനല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ പറയാം. അത്തരത്തിൽ
സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്ന സ്റ്റുഡൻസിൽ 90% ആൾക്കാരും ഇപ്പറഞ്ഞ ആനുകൂല്യങ്ങളെ ബാക്കിലൊന്നും പോകാൻ പോകുന്നില്ല. കാരണം അവർക്കറിയാം ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ലഭ്യമാവുന്നത് ഒന്ന് റേഷൻ കാർഡിലെ വാർഷിക വരുമാനത്തിനനുസരിച്ചും 2 മാർക്ക് ഷീറ്റിനും അനുസരിച്ചിട്ടാണ്. ഇനി ഒറ്റ വാക്കിൽ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് നൽകുക, അറിഞ്ഞ് നൽകുക. ഇനി ഈ പറഞ്ഞ അർഹത അളക്കുന്ന മാനദണ്ഡം ഈ പറഞ്ഞ റേഷൻ കാർഡും മാർക്ക് ഷീറ്റും വന്ന തന്ത്രം മാറ്റുക. കാലം കുറെ മാറിയില്ലേ? ഞാൻ ഇത്രയും പറഞ്ഞതിന് 2 കാരണങ്ങളുണ്ട്. എന്റെ വീഡിയോന്റെ താഴെ വന്ന കമന്റ് ബോക്സിൽ 2 ആൾക്കാർ ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കമന്റ്സ് ഞാനിവിടെ കൊടുക്കാം. കാര്യം ഇത്രയേ ഉള്ളൂ, അവർ മക്കൾക്കും ഇതുപോലെ പാലറ്റ് ആണെന്നാണ് ആഗ്രഹം, പക്ഷേ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. ഇതുപോലെ എനിക്ക് പേഴ്സണലി വന്ന ഒരുപാട് കമന്റ്സ് ഉണ്ട്. എനിക്ക് പാലറ്റ് ആവണം, എൻ്റെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ഉണ്ടോ, എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ, ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ട് പേ ബാക്ക് ചെയ്തോളാം, എൻ്റെ പാരൻസ് സപ്പോർട്ടാണ്, സിബ്ലിങ്സ് സപ്പോർട്ടല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എനിക്ക് പഠിക്കണം, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പറഞ്ഞ ആൾക്കാരൊക്കെ നോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്തത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം കുട്ടികൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഒരു എക്സാമ്പിളും കൂടി കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് സമൂഹത്തിൽ ലോവർ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പാലറ്റ് ആവാൻ വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിന്റെ ന്യൂസ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോന്റെ തമ്മിലും അതിന്റെ വ്യൂസ് ആണ് ഇത്. പിന്നെ റീസെന്റ് ആയിട്ട് വൈറലായ ഒരു കുട്ടി. ദെൻ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ പാലറ്റ് എന്ന് പറഞ്ഞിട്ട് വൈറലായ ഒരു കുട്ടിന്റെ വീഡിയോ. ഇതിന്റെ ഒക്കെ വ്യൂവേഴ്സ് നിങ്ങൾ നോക്കുക. അതിൽ ഞാനീ പറഞ്ഞ ലാസ്റ്റ് കാറ്റഗറി, അതായത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ പാലറ്റ്, അത്ര വലിയൊരു ടാഗ് ലൈൻ ഉണ്ടായിട്ടും ആ കുട്ടിക്ക് ലഭിച്ച അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വീഡിയോക്ക് ലഭിച്ച വ്യൂവേഴ്സ് എന്ന് പറയുന്നത് നോക്കാം. ഇനി ബാക്കി 2 വീഡിയോസിന്റെ വ്യൂസ് നോക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലും കണ്ടതിലും തമ്മിൽ പൊതുവായിട്ട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞത് മൊത്തം നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കിടയിൽ തന്നെ ഇതുപോലെ പാലറ്റ് എന്നുള്ള ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലായിക്കോട്ടെ സ്വന്തം പ്രോപ്പർട്ടിയും ആയുസിന്റെ സമ്പാദ്യം മൊത്തം പണയപ്പെടുത്തിയിട്ടും റിസ്ക് ചെയ്തിട്ടും മുന്നോട്ടേക്ക് വന്ന ആൾക്കാരുണ്ട്. അത് കാരണം ഡ്രോപ്പ് ചെയ്തു പോയ ആൾക്കാരുണ്ട്. CPL വരെ എത്തിയിട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഡ്രോപ്പ് ചെയ്തു പോയ ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരും കൂടി മുന്നോട്ടേക്ക് വരാം. അവരും കൂടി പ്രശംസ അർഹിക്കുന്നുണ്ട്. അവരും കൂടി മുന്നോട്ടേക്ക് പോകാൻ ഡിസേർവിംഗ് ആണ്. അത്തരത്തിലുള്ള ആൾക്കാരെയും കൂടി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. അതുപോലെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രശംസിക്കുന്ന സമയത്ത് ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുത്ത് മക്കളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ സമ്പാദ്യം മൊത്തം മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മുകളിൽ റിസ്ക് എടുക്കുന്ന പാരന്റ്സ്, അവരെയും കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ടെക്നിക്കലി എത്രമാത്രം പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ള കാര്യങ്ങളും എനിക്കറിയില്ല. ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ, ഒരു സ്റ്റുഡന്റ് പാലറ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ കണ്ണിൽ കണ്ട എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില അനീതികൾ അല്ലെങ്കിൽ ചില വേരിയേഷൻസ് മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതിൽ എത്രമാത്രം നിങ്ങൾ യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളും കൂടി കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതിനോട് വിയോജിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.